അൽഹംദുലില്ലാഹ് റാഹത്തായി. അവിടെ ചിന്തിക്കാമായിരുന്നു, ഇനി അവരെ കണ്ണ് തുറക്കരുത്, ഈ ശത്രുക്കൾ മുഴുവനും നശിച്ചു പോവണം എന്ന് നബി തങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു, സിദ്ദീഖ് തങ്ങൾക്ക് പറയാമായിരുന്നു. രണ്ടുപേരും ചിന്തിച്ചില്ല. അവിടെ നിന്ന് നല്ല റാഹത്തോടെ ഇറങ്ങിപ്പോയി. ശത്രുക്കൾക്ക് ഒരു തകരാറുണ്ടായില്ല. അവർ റാഹത്തായിട്ട് ജീവിച്ചു. ആ നബി തങ്ങളെ ഉമ്മത്തുകളല്ലേ നമ്മള്? നമുക്ക് പിന്നെ ഒരു വെറുപ്പുണ്ടാകാൻ പാടുണ്ടോ? സ്വന്തം കുടുംബത്തെ തന്നെ വെറുപ്പ്, ഭർത്താവിന് ഭാര്യയോട് വെറുപ്പ്, ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പ്, ബാപ്പയ്ക്ക് അതുപോലെ മക്കളോട്, മക്കൾക്ക് ഉമ്മയോട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിന്റെ കലവറയാണ്. നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരോട് വെറുപ്പ്, ജനറൽ ബോഡി ചെന്നാൽ അവിടെ കച്ചറ, എവിടെ നോക്കിയാലും പ്രശ്നങ്ങള്. ഇങ്ങനെ കുടുസായ മനസ്സുമായി നടക്കുന്നവരാണോ മഹബ്ബത്ത് റസൂൽ സ്വലാത്ത് ചൊല്ലുന്നവർ? അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും, എന്റെ ഉമ്മപെങ്ങന്മാരോടൊക്കെ പറയാനുള്ളത്, ഒരു വെറുപ്പും വിദ്വേഷവും നമുക്ക് ആരോടും വേണ്ട. എല്ലാവരോടും കാരുണ്യത്തിന്റെ മനസ്സുണ്ടാവണം. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിച്ചാൽ ഈ നാട്ടിൽ വല്ല കുഴപ്പമുണ്ടാവുമോ? ഒന്നും ഉണ്ടാവൂല, ഒരു വിഷമം ഉണ്ടാവൂല. ഇപ്പൊ ഇവിടെ പരിപാടി സംഘടിപ്പിച്ച് കുറെ ആളുകളെ ക്ഷണിച്ചു, വരുമെന്ന് പ്രതീക്ഷിച്ച് കുറെ കസേര നിരത്തി പന്തലിട്ടു, ആരും വന്നില്ല. നമുക്ക് വലിയ ഉറപ്പ് കണക്കാക്കാൻ പറ്റുമോ? അള്ളാഹു നിശ്ചയിച്ചിടത്തേക്ക് നിശ്ചയിച്ച ആളുകൾ വരും. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടാവും, ഇന്നൊരു 100 ആളെ കൂടാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ, 101ാമത്തെ ആൾക്ക് ഇവിടെ വരാൻ പറ്റൂല, ഒരിക്കലും കഴിയൂല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മഹബ്ബത്ത് റസൂലിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ്. കുറെ ജനബാഹുല്യമല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ഉള്ളവർക്ക് ഈമാനും തഖ്വയും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ മനുഷ്യരുടെ മനസ്സ് ക്ലിയറാണ്. അവിടെയാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ സംസാരിക്കുന്ന എന്നെക്കാൾ വലിയ ആദരവുള്ളവർ, അള്ളാഹു ബഹുമാനിച്ചവർ ഈ സദസ്സിലുണ്ട്. താടിയും തലയും നരച്ച കാർന്നവന്മാർ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്കാണ്. ഒരുപക്ഷെ അവരെ പ്രാർത്ഥനയായിരിക്കും ഇന്നത്തെ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാവുക. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ നിന്ദിക്കരുത് കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്റെ ഒരൊറ്റ അടിമകളോട് നിങ്ങളൊരു വെറുപ്പ് കാണിക്കരുത്. ആരാണ് പരസ്പരം ബഹുമാനമുള്ളവർ? ആരാണ് പരസ്പരം ആദരവുള്ളവർ? ജനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എഴുന്നേറ്റ് ഇന്ന് കൈപിടിച്ച് മുത്തി ബഹുമാനിച്ച് നിൽക്കുന്നു എന്ന് കരുതി ഒരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ചിന്ത എന്റെ ഹൃദയത്തിൽ വരാൻ പാടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്റെ റബ്ബ് ചോദിക്കും. ഞാനിങ്ങോട്ട് വരുമ്പോ ഈ ചെറിയ മക്കള് വളണ്ടിയേഴ്സായി ഇങ്ങനെ കഴുത്തിൽ മാലയും ഇട്ട് എന്റെ അടുക്കൽ വന്നു. ആ കുഞ്ഞുങ്ങൾ എന്നെ സ്വീകരിച്ചു. വരുന്ന സമയത്ത് കുറെ മനുഷ്യന്മാർ എഴുന്നേറ്റ് നിന്നു. ഈ എഴുന്നേറ്റ് നിന്ന നൃത്തത്തെ കുറിച്ച് അള്ളാഹ് ചോദ്യം ചെയ്യും. അതേ ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുമ്പോ സുഖമായി ഇരുന്ന മനുഷ്യര് നിങ്ങളെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നില്ലേ? ഇതെന്തിനു വേണ്ടിയാണെന്ന് എന്റെ റബ്ബ് എന്നോട് ചോദിച്ചാൽ മറുപടി പറയണം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ. അവിടെ ഞാൻ വലിയ തങ്ങളാണ്, മുസ്ലിയാരാണ്, വഅദ് പറയുന്ന ആളാണ്, ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നവനാണ്. ഈ ഒരു ചിന്ത എന്റെ ഖൽബിൽ വന്നാൽ നാളെ യജമാനനായ അർഹമുർ റഹീമായ അല്ലാഹ് അവന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. ഈ ചെയ്ത നിഅമത്തുകളെ കുറിച്ചൊക്കെ എന്റെ റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും. എന്റെ വരവും ഈ ഇരുത്തവും എന്റെ സംസാരവും എനിക്കെന്റെ റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുവസന്തം എന്ന പേരിൽ 1500ാമത്തെ ജന്മദിനം ആഘോഷിച്ച ഞാനും നിങ്ങളും യജമാനായ റബ്ബിന്റെ കോടതിയെത്തുന്ന സമയത്ത് മറുപടി പറയണം. ഓ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ചെലവഴിച്ച ഓരോ സെക്കൻഡിനെ കുറിച്ചും റബ്ബ് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയും, സ്വഹാബത്ത് മറുപടി പറയും, അതേ ഇസ്ലാമിന്റെ 4 ഖലീഫമാര് മറുപടി പറയും, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ മറുപടി പറയും. 250 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയ മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങള്.
എത്ര വലിയ ഭാഗ്യമാണ് സുബ്ഹാനല്ലാഹ്. ആ വലിയ നേതാവ് ഈ ലോകത്ത് നിന്ന് ജീവിച്ച് അവസാനിച്ചു പോകുമ്പോ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓ എന്റെ കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഉമ്മപെങ്ങന്മാര് നന്നായി ചിന്തിച്ചോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കഴിയാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഇരിക്കട്ടെ, ഒരു ശേഷം ഒരു നേതാവ് വരുന്നുണ്ട്, ഒരു നബി വരുന്നുണ്ട് എന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈത്തപ്പഴത്തോട്ടം നിറഞ്ഞ മദീനത്തേക്ക് കടന്നു വന്ന മഹാനാണ്. ഇത്രയും വർഷം ജീവിക്കുന്നതിനിടയിൽ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ഒരു സമയമുണ്ട്. നബിതങ്ങൾ വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അതാ ഓടിയെടുക്കുന്നു. അതേ, എല്ലാവരും പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ മദീനത്ത് എത്തി എന്നറിഞ്ഞ ഉടനെ തന്നെ കടന്നു ചെല്ലുകയാണ്. വല്ലാത്ത സ്നേഹമുള്ള ഈ മഹാമനീഷി കടന്നു ചെന്നിട്ട് അവിടുന്ന് പരിശോധിക്കുന്നു, വന്നത് മുഹമ്മദ് നബി തങ്ങളാണോ? അവിടുന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? നന്നായി കൊലച്ച് പഴുത്തു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ട്. അതിൽ നിന്ന് ഈത്തപ്പഴം പൊട്ടിച്ചൊരു തളികയിലാക്കിയിട്ട് വന്ന മുഹമ്മദിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. കൊണ്ടക്കൊടുത്ത ഉടനെ ഇത് സദഖയാണെന്ന് പറഞ്ഞ് മുന്നിലേക്ക് അങ്ങ് വെച്ചു നീട്ടിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എനിക്കിത് ഭക്ഷിക്കാൻ പറ്റിയതല്ല, ഇത് സദഖയുടെ മുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷിക്കാൻ പറ്റൂല. അതേ, നബിതങ്ങൾ വരുമെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അടയാളങ്ങൾ കൂട്ടത്തിൽ ഒന്നെണ്ണിയത് അതായിരുന്നു. ഉടനെ തന്നെ അവിടുന്ന് തെളിവ് കിട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇത് ഈ പറയപ്പെട്ട മുഹമ്മദ് നബിതങ്ങളാണ്. രണ്ടാമത് വീണ്ടും അവിടുന്ന് പിറ്റേ ദിവസം ഒരു പാത്രത്തിൽ ഇതുപോലെ തന്നെ ഈത്തപ്പഴം കൊണ്ടു കൊടുക്കുകയാണ്. കൊടുത്ത സമയത്ത് ഇത് ദാനമാണ്, ഹദിയയാണ്. ഇതങ്ങ് പറഞ്ഞ ഉടനെ തന്നെ അവിടുന്നതാ ഇരു കരങ്ങളും നീട്ടിയിട്ട് കൊടുത്ത ഹദിയ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച ഹദിയയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ഭക്ഷിക്കുകയാണ്. രണ്ടാമത്തെ തെളിവമോടെ ബോധ്യപ്പെട്ടു പോയി. മൂന്നാമതും അവിടുന്ന് പരിശോധിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞ മൂന്നാമത്തൊരു അടയാളമുണ്ട്, ഖാത്തമുൻ നബുവ, നബുവത്തിന്റെ അടയാളം ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഇങ്ങനെ വട്ടമിട്ട് നടക്കുകയാണ്. നടക്കുന്നതിനിടയിൽ ചോദിച്ചു, സൽമാൻ, ഇന്ന ആവശ്യത്തിനല്ലേ നീ നടക്കുന്നത്? ഉടനെ പറയുന്നു, അതേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടനെ അവിടുന്ന് ഷർട്ടങ്ങ് മാറ്റിയിട്ട് നബുവത്തിന്റെ അടയാളം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വലിയ ഭാഗ്യവാനായ നഗ്നനേത്രങ്ങൾ കൊണ്ട് നബുവത്തിന്റെ അടയാളം കാണാൻ ഭാഗ്യം കിട്ടിയ സൽമാൻ റളിയല്ലാഹു അൻഹു 250 കൊല്ലം ജീവിച്ച് 200 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പറയുന്നത്, മോനെ സൽമാനെ, നിനക്കൊരു സ്വന്തമായ വീട് വേണ്ടേ? വലിയ പ്രമാണിയുടെ മകനാണല്ലോ നിങ്ങള്, വലിയ രാജാവിന്റെ മകനാണല്ലോ നിങ്ങള്. ഒരു വീട് പോലുമില്ലാതെ സ്വന്തം ഒരു പുരയിടമില്ലാതെ നടക്കുകയാണോ? ഇതങ്ങ് പറഞ്ഞപ്പോൾ അവിടൊന്ന് പറയുന്നു, മക്കള്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വീടുണ്ട് എങ്കിൽ നിന്നാൽ എന്റെ തല മുട്ടണം, കിടന്നാൽ എന്റെ കാലുകൾ മുട്ടണം. ആ തരത്തിലുള്ള ചെറിയൊരു വീടല്ലാതെ അപ്പുറത്തേക്കൊരു മറ്റൊരു വീട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞതുപോലെ ഈ കോലത്തിലുള്ള വീടങ്ങ് നിർവഹിക്കുകയാണ്. എത്രയോ ആയിരങ്ങളെ സ്ക്വയർ ഫീറ്റുള്ള വീടുകളല്ല. ആരാണ് പ്രിയപ്പെട്ട മഹാനവറുകള്? ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയ മഹാൻ അവസാന സമയത്ത് കിടന്നാൽ ഈ പറഞ്ഞതുപോലെ കാലുമുട്ടുന്ന, നിന്നാൽ തലമുട്ടുന്ന ചെറിയ വീട്ടിന്റെ ഉള്ളിൽ അവിടുത്തെ ഭാര്യയോടൊത്ത് കഴിയുന്ന മഹാനവറുകൾ പറയുന്നു, പ്രിയപ്പെട്ട പത്നിയെ വിളിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? മോളെ, ഈ ഭാഗത്ത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ചെപ്പുണ്ട്, അതിനകത്ത് കസ്തൂരിയാണ്. ആ കസ്തൂരി അങ്ങ് നീ ഇവിടെയൊക്കെ ഒന്ന് വല്ലാതെ അങ്ങ് തെളിക്കണം, ഇവിടെ കുറച്ച് ആളുകൾ വരാനുണ്ട്. അവസാനത്തോടടുക്കുന്ന മഹാൻ
മഹാൻ അവിടുന്ന് പറയുന്നു, ഉടനെ പറഞ്ഞതുപോലെ അങ്ങ് ഭാര്യ അങ്ങ് നിർവഹിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോളെ ഒന്ന് പുറത്തേക്ക് മാറി നിൽക്കണം, ഈ കഥ ഒന്ന് അടക്കപ്പെടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭാര്യയോട് സലാം പറഞ്ഞ് പതുക്കെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. എന്നിട്ടോ അവിടെ നിന്നതാ പറഞ്ഞതുപോലെ കഥ കടച്ച് ഉള്ളിൽ കഴിയുമ്പോ ഉള്ളിൽ വെച്ച് ശബ്ദങ്ങളുണ്ട്, സംസാരങ്ങൾ കേൾക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ പറയുന്നുണ്ട്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ലോകത്ത് ജീവിച്ച എല്ലാ ജീവിതവും ഞാൻ ഈ കിടക്കുന്ന വീടിനെ കുറിച്ചും എന്റെ വിരിപ്പിനെ കുറിച്ച് എന്റെ തലയണയെ കുറിച്ച് എന്റെ ജീവിതത്തെ കുറിച്ച് എല്ലാം എന്റെ രാജാവ് എന്നോട് ചോദിക്കുമല്ലോ. ഇതും പറഞ്ഞ് അവസാന ശ്വാസം വലിച്ച് ഈ ലോകത്തോട് അല്ലാഹുവിലേക്ക് യാത്രയാവാൻ ഭാഗ്യം കിട്ടിയ മഹാൻ, ആ വലിയ മഹാൻ ഭയപ്പെട്ടു പോയി. ഞാൻ ഈ കഥ ചെറിയ രൂപത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയത്, ചെയ്ത നിഅമത്തുകൾ മുഴുവനും യജമാനായ റബ്ബ് ചോദിക്കുമ്പോ മറുപടി പറയണം. അതാണ് നമ്മുടെ ഈ കൂടലും പിരിയലും ഈ പ്രവർത്തനങ്ങളും. എന്റെ റബ്ബ് എന്നോട് ചോദിക്കും, എന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കും. ഇന്നിവിടെ വെച്ച് എന്റെ റൂഹ് പിരിഞ്ഞാല് എന്റെ 50 കൊല്ലത്തെ ജീവിതത്തെ കുറിച്ച് എന്റെ റബ്ബിനോട് ഞാൻ എണ്ണി എണ്ണി മറുപടി പറയണം. ഈ പറയുന്ന സമയത്ത് എനിക്ക് സ്വർഗം എത്തിപ്പിടിക്കാൻ പറ്റുന്നത് വല്ലതും ആ പറയുന്ന കൂട്ടത്തിലുണ്ടോ? ജനങ്ങളെ കാഴ്ചപ്പാടിൽ കുറെ വഅദിന്റെ സദസ്സിൽ പോയിട്ടുണ്ട്, ദുആരക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ദീനിന് ഖിദ്മത്തെടുത്തിട്ടുണ്ട്, കുറെയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു എന്ന് എനിക്ക് അവകാശവാദമുണ്ട് എങ്കിൽ പരിശുദ്ധമായ ആഖിറത്തിലെത്തുമ്പോ ഈ മഹാന്മാരെല്ലാവരും മണിനിരക്കുന്നിടത്ത് എനിക്കെന്തുണ്ട് പറയാൻ? നിർവഹിച്ച നിസ്കാരം എവിടെ? നോറ്റ് വീട്ടിയ നോമ്പുകൾ എവിടെ? കൊടുത്ത സക്കാത്ത് എവിടെ? നൽകിയ സദഖ എവിടെ? ചെയ്ത ഹജ്ജ് എവിടെ? നിർവഹിച്ച ഉംറ എവിടെ? സിയാറത്ത് എവിടെ? എന്റെ നേതൃത്വം എവിടെ? എല്ലാം പരാജയത്തിലാണ്. ഒരു സെക്കൻഡ് എന്റെ ഖൽബിന്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് വലിയവനെന്നൊരു ചിന്ത വന്നതോടുകൂടെ എല്ലാം എനിക്ക് നഷ്ടത്തിൽ തന്നെ. രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് എന്നോട് ചോദിക്കുമ്പോ എല്ലാ മഹത്തുക്കളും ഔലിയാക്കന്മാരും മണിനിരന്ന് അവിടുന്ന് മറുപടി പറയും. അവനവന്റെ നിസ്കാരത്തെ കുറിച്ച് പറയും, ദഅവത്തിനെ കുറിച്ച് പറയും, ഇബാദത്തിനെ കുറിച്ച് പറയും, നബിതങ്ങളെ സ്നേഹിച്ചതിനെ കുറിച്ച് പറയും, ചൊല്ലിയ സ്വലാത്തിനെ കുറിച്ച് പറയും, നിർവഹിച്ച ഹജ്ജിനെ കുറിച്ച് പറയും. ഇതൊക്കെ എന്നിലുണ്ടെങ്കിലും പക്ഷേ അവിടെ റബ്ബിന്റെ അടുക്കൽ അതൊന്നും കാണുന്നില്ല. പടച്ചവനെ, ഞാൻ കുറെ പാവപ്പെട്ട അനാഥ അഗതി മക്കളെ നോക്കിയിട്ടുണ്ട്, കുറെ മുത്തഅല്ലിമീങ്ങളെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ ആയിരക്കണക്കിന് യതീമക്കളെ ഞാൻ കണ്ണീരൊപ്പിയവനാണ്. അവരെ പട്ടിണി കിടത്താതെ ഞാൻ വയറ് നിറച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ കട്ടപ്പെട്ടിട്ടുണ്ട് പടച്ചവനെ എന്ന് അവിടുന്ന് ഞാൻ എണ്ണി പറയുമ്പോ ഇല്ല, രേഖയിൽ കാണുന്നില്ല. കിതാബങ്ങ് മറിച്ചു നോക്കുന്ന സമയത്ത് എവിടെ കാണുന്നില്ല. ആ പ്രവർത്തനങ്ങൾക്ക് എവിടെയോ ചെറിയൊരു ഫാൾട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മായ്ക്കപ്പെട്ടു പോയി. എന്തൊരു ഹതഭാഗ്യനായി ഞാൻ ആ ലോകത്ത് വെച്ച്. ഇവിടെയാണ് നല്ല മനസ്സിന്റെ ഉടമകളുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണോ. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവല്ലേ ഇത് പറയുന്നത്, എന്റെ രാജാവല്ലേ ഇത് പറയുന്നത്. ആ രാജാവിനെ കുറിച്ച് വല്ല ചിന്ത എന്റെ കൽബിലുണ്ടോ എന്നാണ് പറയുന്നത്. തഖ്വയുള്ള ഹൃദയത്തിൽ നിന്നല്ലാതെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഹൃദയത്തിൽ നിന്നല്ലാതെ എന്റെ സേവനം അല്ലാഹു സ്വീകരിക്കുന്നില്ല. എത്ര യതീമക്കളെ പോറ്റി എന്ന് പറഞ്ഞാലും, വിധവകളെ കണ്ണീരൊപ്പി എന്ന് പറഞ്ഞാലും, സാധുക്കളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാലും എന്റെ റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കുന്നില്ല. എനിക്ക് പേരിനും പെരുമക്കും വലിയൊരാളാവണമെന്ന് ചിന്തിച്ച
വെച്ച് എന്റെ കൽബിൽ ചിന്ത വന്നു പോയി, എന്റെ ഹൃദയത്തിൽ തഖ്വയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ഹൃദയത്തിൽ നിന്ന് ഇത് സ്വീകരിക്കുകയുള്ളൂ. ഈ നൂറെ മദീന സ്വലാത്ത് സംഘടിപ്പിക്കുന്ന സമയത്ത് കുറെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാ എന്ന ലക്ഷ്യത്തിലാണോ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത്? ഒരു ചിന്ത വന്നാൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഇത് തഖ്വയോടുകൂടെയാണോ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? എങ്കിൽ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട്. ഒരുമിച്ച് കൂടിയവരും ചിന്തിക്കണം, പടച്ചവനെ എന്റെ ഒരുപാട് സമയങ്ങളൊക്കെ മാറ്റിവെച്ച് 1 മണിക്കൂർ നിന്നെ ഭയപ്പെട്ട് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയവനാണ്. അതെന്റെ ഹബീബിന്റെ മജ്ലിസിൽ എത്തിപ്പെട്ടവനാണ്. യാ റസൂലല്ലാഹ്, അവിടുന്ന് പഠിപ്പിച്ച ആശയാദർശങ്ങൾ മുഴുവനും മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്റെ റബ്ബൊന്ന് സ്വീകരിച്ച് കിട്ടണമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. അവിടുത്തെ മഹബത്ത് വെച്ച് ഞാനും നിങ്ങളും തുടങ്ങിയ ഒരു സംരംഭം അള്ളാഹു അത് നിരാശപ്പെടുത്തുകയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ചെയ്യണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ തഖ്വ വേണം. ആ തഖ്വയുള്ള ആളുകളെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉഇദ്ദത്തുൽ മുത്തഖീൻ. സ്വർഗമെന്ന് പറയുന്ന വല്ലാത്തൊരു ലോകം, ആ സ്വർഗമെന്ന് പറയുന്ന വല്ലാത്ത ലോകം അതാർക്ക് വേണ്ടിയാണ് അല്ലാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്? ഹൗദുൽ കൗസർ ആർക്കാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്? ശഫാഅത്ത് ആർക്ക് വേണ്ടിയാണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഇത് മുഴുവനും മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ടത് മുഴുവനും തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ മനുഷ്യരാരോ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർക്കാണ് ഉന്നത വിജയമുള്ളത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. എത്ര കൊല്ലായി നമ്മൾ വഅല കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി മജ്ലിസിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അള്ളൊന്ന് സ്വീകരിച്ചു കിട്ടണം. വേറൊന്നും അധികമൊന്നും വേണ്ട. ഈ ഒരു അമൽ, ഈ ഒരുമിച്ച് കൂടിയ സദസ്സൊന്ന് റബ്ബ് സ്വീകരിച്ചാൽ മതിയില്ലേ. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നമ്മുടെ സമയം നഷ്ടത്തിലാവൂല, ഒരിക്കലും നഷ്ടത്തിലാവൂല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞ് കൊല്ലം നബിദിന യോഗം നടന്നു. എവിടേക്ക് എന്തൊക്കെ പരിപാടി നടന്നു. പക്ഷെ പലതും മുത്തുനബിക്ക് പൊരുത്തപ്പെട്ടതാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഒന്ന് പരിശോധിക്കലും നല്ലതാണ്. ഘോഷയാത്രയും റാലിയൊക്കെ നല്ലതാണ്. മിഠായി വിതരണം നല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ റബീഉൽ അവ്വൽ 12 ഈ സമയത്തൊക്കെ ഒരുപാട് യൂട്യൂബിലെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാണ് കുറെ ചെറുപ്പക്കാരിങ്ങനെ തുള്ളുകയാണ്. സിനിമാറ്റിക് ഡാൻസ് പോലെ DJ പാർട്ടിയല്ലേ. എത്രയോ 15,000 20,000 വാട്സ് 2-3 വലിയ ജനറേറ്റർ കെട്ടി വലിച്ച് നടു റോട്ടിലൂടെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിയിട്ട് സുബ്ഹാനല്ലാഹ് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ എത്ര വലുതാണ്. ഇതാണോ മഹബ്ബത്തു റസൂൽ? എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ, തുണി വളച്ച് കയറ്റി കുത്തിയിരിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അല്ലാഹ് റസൂലിന് ഇഷ്ടമുള്ള സംഗതിയാണോ? കുറെ എണ്ണത്തിന് തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങിപ്പോയത് അറിയുന്നില്ല. റോട്ടിൽ കിടന്ന് തുള്ളുകയാണ്. വിവിധങ്ങളായ കളറുള്ള ലൈറ്റുകൾ മിന്നി പറയുമ്പോ അതിന്റെ പേരും പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ പേര് പറഞ്ഞിട്ടല്ലേ തുള്ളുന്നത്. അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടുവോ? ഒരിക്കലും മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെടൂല. അതല്ല നബിദിനം. ഈ കാണിച്ചു കൂട്ടരല്ല. എത്ര യുവാക്കൾ വഴിയോരങ്ങൾ പോകുമ്പോ ഒരു പറ്റം യുവതികൾ ഇങ്ങനെ വന്നിട്ട് ലഡുവും മിഠായും വിതരണം ചെയ്യുകയാണ്. ഇതാണോ സ്നേഹം? ഇതാണോ മഹബ്ബത്ത്? അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടൂല. ഈ തെമ്മാടിത്തരം പറഞ്ഞ് എന്റെ ജന്മദിനം നിങ്ങൾ നടത്തരുത്. പക്ഷെ വലഹും യസ്മഊന ബിഹ, നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. പറയുന്നുണ്ട് വാനലോകത്ത്. ഇതൊന്നും പാടില്ല. സംഘടിപ്പിക്കുന്നവരും സംഗമിക്കുന്നവരും ശ്രദ്ധിക്കണം. ഇതല്ല മഹബ്ബത്ത് റസൂൽ. വളരെ ആദരവോടെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ അത്രയും ബഹുമാനിക്കണം. നമുക്ക് സലാത്ത് ചെല്ലാം, ദിക്റ് ചെല്ലാം, എല്ലാം പറയാം, പാടാം, പറയാം. പക്ഷെ അതിര് കടക്കരുത്. എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് കുറെ പെണ്ണുങ്ങൾ ഈ ചെറുക്കന്മാരെ കൂടി കൂട്ടിയിട്ട് സെൽഫി എടുക്കുക, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക, കുറെ ഗ്രൂപ്പിൽ അങ്ങ് വിടുക. എല്ലാ വേണ്ടാത്തരങ്ങളും ഇതിനല്ല അല്ലാഹു പഠിച്ചത്. അതബോടെ നടത്തണം. നടത്തത്തിൽ നീ ഒരിക്കലും ഭൂമിക്ക് ഭാരമാകരുത്. വളരെ വിനയത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ഈ ഭൂമിക്ക് മുകളിൽ നടക്കണം. ആ നടത്തമാണോ കാണുന്നത്? ചില സ്ഥലത്തൊക്കെ നല്ല അതബുണ്ടായിട്ടുണ്ട്. ഞാനിത് വിമർശിക്കുകയല്ല, പറയാതിരിക്കാൻ പറ്റൂല്ലോ. ഏതായാലും നബിദിനം കഴിഞ്ഞു പോയി. അടുത്ത കൊല്ലമെങ്കിലും വരുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കേരളത്തിലൊക്കെ ഒരുപാട് പരിപാടികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതിയൊന്നുമല്ല. റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് അപ്പൊ പറയും പലരും റോഡ് ബ്ലോക്ക് ആക്കുന്നില്ലേ. നമുക്ക് എല്ലാ പാർട്ടിക്കാർക്കും റോഡ് ബ്ലോക്ക് ആക്കിയാൽ അവർ പരിപാടി വിജയിക്കുള്ളൂ. പക്ഷെ നമ്മൾ പരമാവധി ജനങ്ങൾ ഇടങ്ങേറാക്കരുത്. ഈ കെട്ടിവലിക്കുന്ന ജനറേറ്ററും ഈ സ്പീക്കർ കെട്ടിയ വാഹനവും ഇത് പോവണമെങ്കിൽ തന്നെ എത്ര സമയം വേണം? എന്തിനാ ജനങ്ങൾ ഇടങ്ങേറാക്കുന്നത്? ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. പല രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എയർപോർട്ടിൽ പോകുന്നവരുണ്ടാകും, അത്യാവശ്യക്കാരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റാലിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ വഴിമുടക്കാൻ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്താ ഈ ചെങ്ങായി വിദേഹത്തുകാരെ വർത്താനം? അങ്ങനെ ആരും ചിന്തിക്കണ്ട. ഇത് നബിതങ്ങൾ പറഞ്ഞ ആശയം, ആദർശം ഞാൻ പറയുന്നത്. അതബോട് ആർക്കൊരു പ്രയാസമില്ലാത്ത അവസ്ഥയിൽ നടത്തണം. അതാണ് നബിതങ്ങളുടെ മഹബ്ബത്ത്. ജനങ്ങൾ ഇടങ്ങേറാക്കല്ല വേണ്ടത്. അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് അതാണ്. ആ മഹബ്ബത്തിന്റെ അപ്പുറത്തേക്ക് വേറെ സ്നേഹം നമുക്കില്ല. നബിതങ്ങളെ സ്നേഹിക്കുന്നവരാണോ ഈ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. അല്ലാഹു അക്കൂട്ടം നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, ഞങ്ങളെ ജീവിതവും ഞങ്ങളെ മരണവും എല്ലാം നിനക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. ഇത് പറയുന്നവരല്ലേ നമ്മള്? അപ്പൊ കുറഞ്ഞ കാലമുള്ള ഈ ജീവിതം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായിരിക്കണം, അതിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും ഉള്ള ജനങ്ങൾ അടുത്തേക്ക് ഇരുന്നിട്ടുണ്ടല്ലോ, മാഷാ അല്ലാഹ്. ചെറിയൊരു ബർക്കത്തിന് വേണ്ടി നിങ്ങൾ ഒരു ബക്കറ്റിന്റെ പിരിവ് വരും. എല്ലാവരും അൽഹംദുലില്ലാ അതിൽ നിങ്ങൾ കൊടുക്കണം. ചെറിയ സദക്ക റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ശൈഖ് ജീലാനി തങ്ങളെ മാസമല്ലേ, ആ ഒരു പേരിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചവന് എന്റെ ഹബീബിന്റെ കുരുത്തവും ഉരുത്തവും എനിക്ക് കിട്ടണം എന്ന് നല്ല നീയത്തില് ബക്കറ്റ് മുന്നിൽ വരുമ്പോ നല്ല പൈസ ഇട്ട് കൊടുക്കണം. അല്ലാഹു തആല സദക്കകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല സദക്കയായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ശൈഖ് ജീലാനി തങ്ങളെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് മജ്ലിസുകൾ കാണാൻ കഴിഞ്ഞുവെങ്കിലും ഉടനെ പിന്നെ നമ്മളിലേക്ക് കടന്നു വന്നത് റബീഉൽ ആഖിർ മാസമാണ്. ആ റബീഉൽ ആഖിർ മാസത്തിൽ നമ്മൾ ആരെയാണ് ബഹുമാനം പറയുന്നത്? ശൈഖ് ജീലാനി തങ്ങളെയാണ്. ആ ശൈഖ് ജീലാനി തങ്ങളെ ബഹുമാനം ജീവിതം എങ്ങനെയായിരുന്നു? ഒരു സെക്കൻഡ് പോലും ആ സമയങ്ങൾ പാഴാക്കിയിട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾ. മഴപ്പ പോകും, ബേജാറാവണ്ട ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ട് മഴ, ഈ കൊല്ലം നമുക്ക് മഴ ഉണ്ടായി. അതുകൊണ്ട് ഒരിക്കലും ഒരു വിഷമം വേണ്ട. റഹ്മത്തിന്റെ മഴ അതുണ്ടെങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാനും കാരണം ഉള്ളവരൊക്കെ ഒന്ന് അടുത്തടുത്തിരുന്നു. മോനെ നിങ്ങളെ യന്ത്രത്തിന് ഇടങ്ങാറുണ്ടാവാൻ പാടില്ല. നിങ്ങളെ ക്യാമറ ബുദ്ധിമുട്ടാവോ? ഇത് ഓൺലൈനാ, പുറത്തേക്ക് പോകണ്ട. ലൈവോ? എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ലൈവ്. കട്ട് സ്ത്രീകൾക്കാണ് സ്ക്രീൻ ഉണ്ടോ, അങ്ങോട്ട് വിട്ടാൽ മതി. ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യരുത്. ഞാൻ ഒരിക്കലും എൻ്റെ പരിപാടി എനിക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ്. കാരണം ഈ ഓൺലൈൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നിങ്ങൾ കട്ട് ചെയ്തോളെ. സ്ത്രീകൾക്ക് കാണാൻ സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്തോ, എനിക്ക് ഉറപ്പില്ല. എനിക്ക് പൊരുത്തല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇരുന്നോളെ നിങ്ങളുടെ യന്ത്രത്തിന് തകരാറുണ്ടാവും പാടില്ല മഴച്ചാറിലടിച്ചിട്ട്. അൽഹംദുലില്ലാ, അത് ഇനിയും ജീവിക്കും. നിങ്ങളെ മായിഷത്തിന്റെ വഴിയാണല്ലോ, ജീവിതമാർഗല്ലേ. അത് തകരാറായാൽ പിന്നെ പ്രയാസമായി പോകും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഞാൻ നിർത്തുകയാണ്. നിങ്ങളെക്കാളും വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഞാനും. അൽഹംദുലില്ലാ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും വലിയൊരു മഹാനുഭാവൻ, ജീവിതത്തിൽ വിശുദ്ധി കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാൻ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
قدس الله سره العزيز نبتأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله سير مسرعة في حل عقدتنا يا غارة الله يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير يرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر الجيلاني. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ എന്താണോ ഉപ്പാപ്പ അക്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ഒരു അണുമണി വ്യത്യാസമില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് മാതൃക കാണിച്ച നേതാവാണ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. അവിടുന്ന് ജീവിച്ചതുപോലെ നമുക്കാർക്കും കഴിയില്ല ജീവിക്കാൻ. 90 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ ആർക്കും അവിടുന്ന് ഒരു ഭാരമായിരുന്നില്ല. അവിടുത്തെ പെരുമാറ്റവും സംസാരങ്ങളും ഇടപെടലുകളും ഒരാൾക്കൊരു വേദന ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഉപ്പാപ്പ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിച്ച മഹാനാണ്. ആ മഹാനെ കുറിച്ച് നമുക്കൊക്കെ ചരിത്രങ്ങൾ അറിയാം. നിങ്ങൾ നോക്കൂ, സൂക്ഷ്മത കൊണ്ട് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. അവിടെ നിന്ന് ഈ സ്ഥാനത്തെത്തിയത് എങ്ങനെയാണ്? സൂക്ഷ്മതയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചപ്പോ അള്ളാഹു ഉന്നത സ്ഥാനത്തെത്തിച്ചു. വലാത്തമൂത്തുന്ന, നിങ്ങൾ മരിക്കരുത്, ഇല്ലാവാന്തും മുസ്ലിമോൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന ആയത്ത് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങള്, ആ ശൈഖ് ജീലാനി തങ്ങൾ ഈ സ്ഥാനത്തെത്തിയാണ്. നമുക്കൊക്കെ അറിയാം, കഥകൾ അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു അത്തിപ്പഴത്തിന്റെ കഥ. ഒഴുകുന്ന പുഴയിലൂടെ വന്ന പഴം എടുത്ത് ഭക്ഷിച്ചു. അതേ ഇബാദത്ത് കൊണ്ട് വ്യാപൃതനായി അള്ളാഹുവിലേക്ക് ശരീരവും മനസ്സും തിരിച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇബാദത്തിലായി കഴിഞ്ഞ മഹാൻ. അതിനിടയിലാണ് ഒരു ചെറിയൊരു പരീക്ഷണം. ആ പരീക്ഷണം അള്ളാഹു കൊടുത്തപ്പോ അതിൽ 100% വിജയിച്ചു പോയി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സഹകരിച്ച എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും അളവറ്റ സഹായ സഹകരണം കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാം. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം 28-ാം തീയതി നടക്കുന്ന നോവേ മദീന മദീനത്തിനോ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നോവേ മദീന 28ാമത് വാർഷിക. ആ ഒരു സൂക്ഷ്മത നിങ്ങൾ നോക്കൂ. കഴിച്ച ഭക്ഷണം പടച്ചവനെ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന തിരിച്ചറിവ് മനസ്സിന്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ വലിയ ആബിദാണ്, വലിയ മഹാനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അവിടുന്നതാ സഞ്ചരിച്ചു തുടങ്ങി. പടച്ചവന് ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ അബദ്ധം ഇനി തിരുത്തണമെങ്കിൽ അതിന്റെ ഉടമയെ കണ്ടെത്തണം. എന്റെ സൃഷ്ടാവാകുന്ന റബ്ബ് പൊരുത്തപ്പെട്ടാലും ഈ ഭൂമിയിൽ ഇതിനൊരു ഉടമയുണ്ട്. ആ ഉടമയെ കണ്ടാലല്ലാതെ അള്ളാഹു എനിക്കിത് പൊരുത്തപ്പെട്ടു തരികയില്ല. അങ്ങനെ ഇബാദത്തിനിടയിൽ സംഭവിച്ചു പോയ അബദ്ധം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചുപോയി എന്നൊരൊറ്റ പ്രയാസം. അങ്ങനെ അന്വേഷിച്ച് നടന്ന് തോട്ടത്തിന്റെ ഉടമയെ കാണുകയാണ്. അതേ കഴിച്ച ഭക്ഷണം ആ ഒരു അത്തിപ്പഴത്തിന്റെ വലിപ്പവും കോലവും അങ്ങനെ തന്നെ ഈ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഉടനെ അന്വേഷിച്ചു കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കിയപ്പോ വിശാലമായൊരു തോട്ടത്തിൽ ഒരു വലിയ മനുഷ്യൻ, വല്ലാത്ത ഈമാൻ, മുഖത്ത് നോക്കിയാൽ തന്നെ വല്ലാത്ത ഈമാനുള്ള മനുഷ്യൻ. എന്തായാലും എന്റെ ഒരു അബദ്ധം സംഭവിച്ചത് അവിടെ പോയി പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ പൊരുത്തപ്പെട്ടു തരും എന്ന് ചിന്തിച്ച് പതുക്കെ ആ ഒരു നേതാവിലേക്ക് കടന്നു നീങ്ങി. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്ന് ഈ മഹാമനീഷിയുടെ അടുക്കലേക്ക് എത്തി. അബ്ദുള്ള സൗമഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വല്ലാത്തൊരു മനുഷ്യൻ.
ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. പക്ഷെ ആ ജീവിതത്തിനിടയിൽ വലിയൊരു സംഭവം, ഒരു മുസീബത്ത് എനിക്ക് പിടികൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഈ തോട്ടത്തിൽ കായ്ച്ച് പൂത്തുലച്ച് നിൽക്കുന്ന ഒരു പഴമുണ്ടല്ലോ, അത് ഞാൻ ഭക്ഷിച്ചു പോയിട്ടുണ്ട്. എത്രയോ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒഴുകി വന്ന ഈ പഴം ഞാൻ കഴിച്ചു. അതിതാണെന്ന് എനിക്ക് ഉറപ്പാണ്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉടനെ പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് തരാം, വേറെ തകരാറൊന്നുമില്ല. ഞാൻ പറയുന്ന നിശ്ചിത സമയം വരെ എന്റെ തോട്ടത്തിൽ പണിയെടുക്കണം. ആ പണിയെടുത്താൽ ഞാൻ പൊരുത്തപ്പെട്ട് തരാം. അങ്ങനെ പൊരുത്തപ്പെടുന്നതോടൊപ്പം തന്നെ അത് കഴിയുമ്പോ വേറെ ഡിമാൻഡ് കൂടിയുണ്ട്, അത് ഞാൻ ആ സമയത്ത് പറയും. ഉടനെ പറഞ്ഞതുപോലെ നിശ്ചിത സമയം വരെ പണിയെടുത്തെന്ന് മാത്രമല്ല, സമയമെത്തിയപ്പോൾ അതിനിടയിൽ ഇങ്ങനെ സൂക്ഷിക്കും. ആ ജോലിക്കിടയിലും അവിടുന്ന് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുന്ന മഹാൻ. ഓ എന്റെ യുവാക്കളെ, ഇന്നൊരു ജോലിയിൽ ഏർപ്പെടുന്ന സമയം ഞാനും നിങ്ങളും എത്ര വലിയ സൂക്ഷ്മത കുറവാണ് ചെയ്യുന്നത്. അവിടെയാണ് ഏൽപ്പിക്കുന്ന ജോലി, അത് നിശ്ചയിച്ച ശമ്പളത്തിന് ചെയ്യുന്നതിനിടയിൽ ഈ ഒരു ടെലിഫോൺ ചെയ്ത് 5 മിനിറ്റ് 10 മിനിറ്റ് നഷ്ടപ്പെടുത്തിയാൽ അന്ന് സമ്പാദിക്കുന്ന മുതൽ അള്ളാന്റെ അടുക്കൽ ഹലാലല്ല. ആ കിട്ടിയ മുതൽ കൊണ്ടുപോയി നിന്റെ ഭാര്യ മക്കളെ ഭക്ഷിപ്പിക്കരുത്. അത് ഹറാമിലൂടെ സമ്പാദിക്കുന്ന ഒന്നാണ് മോനെ. സൂക്ഷ്മത പാലിക്കണം. ഇവിടെയാണ് ഒരൽപ്പം പോലും ഉത്തരവാദിത്വ കുറവില്ലാതെ സൂക്ഷിച്ച് ഇബാദത്തിലായി അവിടുന്ന് ജോലിയെടുക്കുന്നു, സമയമെത്തുന്നു, വിശ്രമിക്കുന്നു, വീണ്ടും ജോലിയിലാണ്. അങ്ങനെ ജോലിയെടുത്താണ് അബ്ദുള്ള സൗമ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, ഇനി നിന്റെ പണി നിർത്താം. ഇനി അടുത്തത് ഞാൻ പറയുന്നത് എന്താണെന്നോ, എന്റെ മകളെ വിവാഹം ചെയ്യണം. ആ മകളാണെങ്കിൽ പൂർണ്ണമായി കണ്ണ് കാണുന്നവളല്ല, കൈയുള്ളവളല്ല, കാലുള്ളവളല്ല, സംസാരിക്കുന്നവളല്ല, കേൾക്കുന്നവളല്ല. ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ് നീ കല്യാണം കഴിക്കണം. എത്ര കൊല്ലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാനിത് പറയുമ്പോ തന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കേട്ട ചരിത്രമാണ്, അതിന്റെ 9 കൊല്ലം കേട്ട ചരിത്രമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നു, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജീവിതത്തെ ഒരു മാറ്റം വരുത്താൻ എത്ര മനുഷ്യന്മാര് തയ്യാറായിട്ടുണ്ട്. അവിടുന്ന് സുബ്ഹാനല്ലാഹ്, ഈ ഒരു മാംസപിണ്ഡത്തിന് എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുക? ഒരു വലിയ ഉത്തരവാദിത്വം. എന്നാലും വേണ്ട, എന്റെ ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു അബദ്ധമുണ്ടല്ലോ, ഈ അബദ്ധം എന്റെ റബ്ബിന്റെ അടുക്കൽ ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടണമെങ്കിൽ ഞാൻ അതും സഹിച്ചുകൊള്ളാം. ഉടനെ പറഞ്ഞതുപോലെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്, നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. ശേഷം അവിടെ ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ എന്റെ റബ്ബ് അനുവദിച്ചു തന്ന പെണ്ണാണല്ലോ. ഇതും പറഞ്ഞ് കടന്നു ചെന്ന് നോക്കിയപ്പോ ഈ ലോകത്തിന് വരെ കണ്ടിട്ടില്ലാത്ത അതീവ സുന്ദരിയായ പെൺകുട്ടിയാണ്. കാഴ്ചയ്ക്ക് തകരാറില്ല, സംസാരത്തിന് തകരാറില്ല, കേൾവിക്ക് കുഴപ്പമില്ല, കൈകാലുകൾക്ക് തകരാറില്ല. അങ്ങനത്തെ നല്ല റാഹത്തുള്ള പെൺകുട്ടിയാണ്. ഉടനെ പുറത്തേക്ക് ചാടി വീണിട്ട് വന്ന് പറയുന്നു, ശൈഖ് അവറുകളെ, എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഈ കടുത്ത വഞ്ചന എന്നോട് വേണമായിരുന്നു. നിങ്ങൾ ഒരിക്കലും അത് പറയാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പെണ്ണ് വേറെയാണ്. ഉടനെ വിഷയങ്ങളൊക്കെ പറയുന്നു, മോനെ, അതൊരിക്കലും അവിടെ നിന്ന് നീ ഉദ്ദേശിച്ച പെണ്ണല്ല, അള്ളാഹു നിനക്ക് അനുവദിച്ച പെണ്ണു തന്നെ. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും സൂക്ഷ്മതയോടെ ജീവിച്ചവളാണ്. ഇന്ന് എത്ര ഹറാമ് കാണുന്ന കണ്ണുകളാണ്. പാതിരാത്രി വരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അള്ളാഹു നിഷിദ്ധമാക്കിയത് തോണ്ടിക്കാണുന്ന ലോകമല്ലേ. എത്രയാണ് സ്ക്രീനിൽ ഞാനും നിങ്ങളും സമയം ചെലവഴിക്കുന്നത്. ടച്ച് സ്ക്രീൻ എന്ന പേരിൽ എത്ര വിലപിടിപ്പുള്ള ഫോണുകളാണ്. പാതിരാത്രി വരെ ഹറാമ് കാണുന്ന കണ്ണുകളല്ലേ, ഹറാമ് കേൾക്കുന്ന കാതുകളല്ലേ, അതിനുവേണ്ടി ചലിപ്പിക്കുന്ന കൈവിരലുകളല്ലേ. ഇങ്ങനെയുള്ള കടുത്ത ഹറാമുകൾ ചെയ്യുന്ന ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും. ഈ ചരിത്രം നമുക്കറിയാം, കഥയറിയാം, പൂർവികന്മാരിൽ നിന്ന് കേട്ടവരാണ്. എങ്കിലും ഒരു സൂക്ഷ്മത നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വരുന്നില്ല. ആ ഒരു സൂക്ഷ്മതയുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ സമയവും പേടിച്ച് ജീവിക്കേണ്ടവരാണ്. പടച്ചവനെ, ഇങ്ങനത്തെ സൂക്ഷ്മതയുള്ള ഒരു ഇണയെ എനിക്ക് നീ തന്നല്ലോ, അൽഹംദുലില്ലാഹ്.
ജീവിതത്തിൽ വിവാഹത്തെക്കുറിച്ച് ആചരിക്കാത്ത മനുഷ്യൻ അവിടെ നിന്ന് അൽഹംദുലില്ലാ ചിന്തിച്ചു പോയി, എന്റെ റബ്ബ് എനിക്ക് അനുയോജ്യരായ ഒരു ഇണയെ തന്നല്ലോ അല്ലാ, ആലോചിച്ചു സന്തോഷത്തോടെ അൽഹംദുലില്ലാ പറഞ്ഞു. ആ ദമ്പതികളിൽ ഉണ്ടായ മകനാണ് ഗൗസുൽ ആദം തങ്ങള്. ബാപ്പയും നന്നായി, ഉമ്മയും നന്നായി. ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവരിലൂടെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് സമ്മാനിച്ച ഏറ്റവും വലിയൊരു നിധിയാണ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. നോക്കൂ നിങ്ങൾ, ബാപ്പയും നന്നായി, ഉമ്മയും നന്നായി. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ബാപ്പയുടെ ഭാഗത്തിലൂടെ മുത്തുനബിയിലേക്ക്, ഉമ്മയുടെ ഭാഗത്തിലൂടെ നോക്കിയാലും മുത്തുനബിയിലേക്ക്, അങ്ങനെ ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും നേരിൽ നബി തങ്ങളിലേക്ക് എത്തുന്ന വലിയ മഹാനാണ് ഗൗസുൽ ആദം തങ്ങള്. 18 വയസ്സ് വരെ ജന്മനാട്ടിൽ ജീവിച്ചു. വെറുതെ ജീവിച്ചതല്ല, ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. ഉമ്മാക്ക് വാശി, എന്റെ മകനെ പഠിപ്പിക്കണം, നന്നായി പഠിപ്പിച്ചു. പക്ഷേ ആ പഠിപ്പിക്കുന്നതിനിടയിലൊക്കെ നമുക്കറിയാമല്ലോ, പശു വന്ന് സംസാരിച്ചതും അതുപോലെ മച്ചിപ്പുറത്ത് കയറി അറഫാ ലോകത്തുള്ള മനുഷ്യന്മാരെ കണ്ടതും എല്ലാം കഥകൾ നമുക്കറിയാം. ആ ഒരൊറ്റ കറാമത്തല്ലേ ജീവിതത്തിൽ മാറ്റിമറിച്ചത്. ഉമ്മാക്ക് വല്ലാത്ത സങ്കടം, ബാപ്പ മരിച്ചുപോയി, 2 മക്കളാണ്, ഇവരെങ്ങനെയൊക്കെയോ തീറ്റിപ്പോറ്റുകയാണ്. അങ്ങനെ അവസാനം ബാക്കിയാക്കി പോയ 80 ദിനാർ മാത്രമേ ഉള്ളൂ അവകാശ സ്വത്തായിട്ട്. എന്നാലും മകന്റെ ആഗ്രഹം, ഉമ്മ എനിക്ക് പോണം പഠിക്കാൻ, ഈ ജീലാന നാട്ടിൽ നിന്ന് പോണം, എനിക്ക് ബഗ്ദാദിലേക്ക് പോകണം, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ളത്, അവിടെയാണ് പണ്ഡിതന്മാരുള്ളത്. അങ്ങനത്തെ വലിയ ജീവിതത്തിലേക്ക് ഉമ്മയുടെ സമ്മതത്തോടെ പോവുക. ആ പോകുന്ന യാത്രയിൽ തന്നെ അല്ലാത്ത അത്ഭുതം, ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ചില്ലേ, ഇസ്ലാമിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നില്ലേ, അവിടെ മുതൽക്ക് തുടങ്ങിയില്ലേ കറാമത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടേക്കാ പോകുന്നത്? മക്കളെപ്പ മദ്രസയിൽ വിടാൻ വലിയ മടിയാണ്, ദർസിലേക്ക് നാട് വിട്ട് പറഞ്ഞേക്കാൻ മടിയാണ്. അത് മക്കള് നാട്ടിൽ നിന്നോട്ട്, ഉള്ളോടത്ത് പഠിച്ചാൽ മതി. അതല്ല, നാട് വിട്ട് സീറൂ ഫിൽ അർളി, നമ്മൾ ഭൂമിയിൽ യാത്ര ചെയ്യാൻ അള്ളാന്റെ കൽപ്പന. ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയാണ്, ഭൂമിയിൽ യാത്ര ചെയ്തവരാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ 2 വലിയ ആത്മാവിൽ നിന്ന് അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്ന നല്ല മനുഷ്യനല്ലേ ഗൗസുൽ ആദം തങ്ങള്. ആ മകൻ ഇക്കൊല്ലത്രയും 18 കൊല്ലം ജന്മനാട്ടിൽ പഠിച്ച് ഉമ്മ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോ, മോനെ നീ പറയരുത്, കളവ് പറയരുത്, സത്യമേ പറയാവൂ. ആ സത്യത്തിന്റെ മുമ്പിൽ ഇസ്ലാമത്തിലേക്ക് കടന്നു വന്നില്ലേ, കൊള്ളസംഘം വന്നില്ലേ? നിങ്ങൾ നോക്കൂ, ചെന്നെത്തിയടത്തിന് പിന്നെ സമാധാനമുണ്ടോ? അവിടെയും അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചു, വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. അവിടെ എത്തി ഇൽമു പഠിച്ചു തുടങ്ങി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ വലിയ മഹാന്മാരടുക്കൽ നിന്ന് ഇൽമു പകർന്നു. അങ്ങനെ സുബ്ഹാനല്ലാഹ് നീണ്ട വർഷം അവിടെ നിന്ന് ഇൽമു പഠിക്കല് തന്നെ, പഠിച്ച് 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 ഉന്നത സ്ഥാനത്തെത്തിയപ്പോ അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് ചെറിയൊരു കുശുമ്പ് വന്നു. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത്. എന്നാൽ അങ്ങനത്തെ വലിയ പണ്ഡിതനാണെന്ന് അവകാശവാദം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ പോവാന്ന് പറഞ്ഞൊരു 100 പണ്ഡിതന്മാര് പോയി. എവിടെ ഉണ്ടാവുമല്ലോ അല്പം കിബറുള്ളവര്. അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്കിടയിൽ ഈ 100 വലിയ പണ്ഡിതന്മാർ ഇങ്ങനെ ചെന്നിട്ട് ഗൗസുൽ ആദം തങ്ങളെ ഇൽമിനെ അളക്കാൻ വേണ്ടി പോയതാണ്. ഗൗസുൽ ആദം തങ്ങളെ ഇൽമൊന്ന് അളക്കാൻ വേണ്ടി പോയി. ഇവിടെയാണ് നമ്മൾ ഒരാളെയും പരീക്ഷിക്കാൻ വേണ്ടി പോവണ്ട. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധം കുടുങ്ങിപ്പോകും. അങ്ങനെ ചെന്ന് 100 പേരും നിരന്നിങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പുറത്ത് പ്രൊസീഡിയത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ വന്നു. ഗൗസുൽ ആദം തങ്ങൾ നീണ്ട ചരിത്രം ചുരുക്കി പറയാ. അങ്ങനെ വന്നിങ്ങനെ ഒരൊറ്റ ഇരുത്തവിടെ ഇരുന്നു, നല്ല റായത്തോടെ നോക്കിയിരുന്നു. അങ്ങനെ ഈ 100 ആളിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് അവിടുത്തെ തലയങ്ങ് നെഞ്ചിനങ്ങോട്ട് താഴ്ത്തി. ഈ താഴ്ത്തിയതോടുകൂടെ ഒരു മിന്നൽ മാതിരി സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഈ 100 പണ്ഡിതന്മാരുടെയും നെഞ്ചത്തിലൂടെ ഈ മിന്നൽ പോലെയുള്ളൊരു സംഭവം ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി. ആ പോയതോടുകൂടെ അവര് പഠിച്ചുണ്ടാക്കിയ സമ്പാദിച്ച എല്ലാ ഇൽമും പോയി. അവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങി. സദസ്സൊന്നടങ്കം നോക്കി, പടച്ചോന് എന്ത് പറ്റിപ്പോയി? വലിയ പണ്ഡിതന്മാരാണല്ലോ, ഗൗസുൽ ആദം തങ്ങളെ ഇൽമ അളക്കാൻ വേണ്ടി വന്നവരാണല്ലോ, ഇവർക്ക് എന്ത് പറ്റിപ്പോയി? അവര് ഞങ്ങളുടെ ഇൽമൊക്കെ പോയല്ലോ, ഞങ്ങൾക്ക് അറിവില്ല, ജാഹിലിങ്ങളാണെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് കരച്ചിൽ തുടങ്ങി. അവസാനം അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി, ഇവരങ്ങ് സമ്മതിച്ചു. പിന്നെ പരിഹാരം കാണണ്ടേ? ഗൗസുൽ ആദം തങ്ങൾ, ശൈഖ് ജീലാനി തങ്ങൾ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് ഇതങ്ങ് പരീക്ഷണം നടത്തിയതിനു ശേഷം പിന്നെ ഓരോരുത്തരെയും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു.
നീ ഇന്നതല്ലേ എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നത്? അതിന്റെ ഉത്തരം ഇന്നതാണ്. നീ എന്നോട് ഇന്നതല്ലേ ചോദിക്കാൻ വേണ്ടി വന്നത്? അതിന്റെ ഉത്തരം ഇന്നതാണ്. 100 പേരുടെയും അവിടെയാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകമെന്നോവർ. വന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയാതെ തന്നെ അറിഞ്ഞു. വന്നപ്പോൾ ആ വിഷയത്തിന് പരിഹാരം കണ്ടു. അവരെ തിരിച്ചൊന്ന് പരീക്ഷിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ 100 പേരും പരാജയപ്പെട്ട് 100 ആളുടെയും ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് പറയുന്നു, ഇനി ഓരോരുത്തർ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. അടുത്തേക്ക് വരാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് അണച്ചുകൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബഹുമാനപ്പെട്ട ഔസില്ലാതെ നിങ്ങളെ ചേർത്ത് പിടിച്ചതോടുകൂടെ നഷ്ടപ്പെട്ടു പോയ ഇൽമുകളൊക്കെ അല്ലാഹു അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ 100 പേർക്കും ആ ഇൽമങ്ങ് തിരിച്ചു കൊടുത്തു. 100 പേരെയും അണച്ചുകൂട്ടി പിടിച്ച് ആലിംഗനം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ഇൽമ ബഹുമാനപ്പെട്ടവർ കൊടുത്തു. ഇനി ദുനിയാവിൽ അവരങ്ങനെ പരീക്ഷത്തിന് പോകൂല. ചില പള്ളിയിലുണ്ട് ഉസ്താദ്മാര് പുതുതായി വന്ന ചില ആളുകൾ മുറിമൂല്യന്മാരെ പോലെ ഇങ്ങനെ നടക്കുന്നവരുണ്ടാവും. അവരൊന്ന് അളക്കാൻ ചെല്ലും. ഞാൻ പണ്ട് ഉമരിയ നടത്തുന്നതിന് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ പൊട്ടിച്ചറ എന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഖത്തീബായിട്ട് ജോലി, അന്ന് എന്റെ ഇത്ര ഒന്നും പ്രായമല്ലോ, ചെറിയ പ്രായമാണ്. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ഒരു എപ്പോഴും ഉണ്ട് ഒരു മല്ലാക്ക് സുലൈമാനിക്കാന്ന് അറിയും, മുസ്ലിം വീടന്മാരാണ്. അയാൾ മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അയാളും പിന്നെ വേറൊരു കുഞ്ഞുമ 2-3 ആളുടെ വരുന്ന ഉസ്താദ്മാരൊക്കെ എങ്ങനെ അവരെ പരിപാടി. അപ്പൊ അന്ന് ഞാൻ വളരെ ചെറിയാണല്ലോ, വളരെ ചെറുപ്പല്ലേ, പക്ഷെ അന്നും വിളവിനൊരു കുറവില്ല. അങ്ങനെ അൽഹംദുലില്ലാ. അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്ന റഷീദ് ഉസ്താദിന് പറഞ്ഞു, ഇവരെ സ്വഭാവമാണ്, തങ്ങളെ വന്ന് 1-2 ആഴ്ച കഴിയുമ്പോൾ അവര് വരും നമ്മളൊന്ന് അളക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വന്നോളാൻ പറഞ്ഞു. പറഞ്ഞതുപോലെ 3 പേരിന്റെ റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് അവരിങ്ങനെ ആദം നബിക്ക് സുജൂദ് ചെയ്തൊരു ഭാഗമുണ്ട് ഖുർആനിൽ. അതിങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നിട്ട് മുസാഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ മറുപടി കൊടുത്തത്, ഇതിന്റെ അർത്ഥമാണോ നിങ്ങൾക്ക് അറിയാത്തെന്ന് ചോദിച്ചു. അങ്ങനെ ഈ പേജിന്റെ പുറകിലോട്ട് ഞാൻ മറിച്ചു. പുറകിലോട്ട് മറിച്ചിട്ട് ഇവിടെ വായിക്കാൻ വേണ്ടി പറഞ്ഞു, ആയത്ത് ഓതാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതിന്റെ അർത്ഥം വെക്കാൻ വേണ്ടി പറഞ്ഞു. ഈ 3 ആൾക്കും അതിന്റെ അർത്ഥം വെക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആദ്യം ഇതിന്റെ അർത്ഥം പഠിച്ചിട്ട് വരും, എന്നിട്ട് ഞാൻ ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. വല്ലാഹി ഹക്ക ഞാൻ പറഞ്ഞത്. പിന്നെ ജീവിതത്തിൽ അവർ ഒരാളെയും പരിശോധിക്കാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ അഹങ്കാരം നിങ്ങൾ നിർത്തണം എന്ന് പറയും. എനിക്ക് ജോലി ഇവിടെ വേറെ സ്ഥലത്ത് ജോലി ഉണ്ടാവും, പക്ഷെ ഞാനിവിടെ കേട്ടോടത്തോളം നിങ്ങളിങ്ങനെ മൂല്യന്മാരെ പരീക്ഷിക്കാൻ നടക്കുന്ന ആളുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നാശത്തിലേക്ക് ഇനി പോകാൻ പാടില്ല. ഒരു പക്ഷെ നിങ്ങൾ ഹിദായത്തിന്റെ വഴി തുറക്കായിരിക്കും, ഇനി മേലാൽ നിങ്ങൾ ഒരു ആയാലും നിങ്ങൾ പരീക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇളിമ്പരായിട്ട് 3 പേര് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് നാട്ടിലാകെ പാട്ടായി. എങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എങ്ങനെയൊക്കെയോ ജനങ്ങൾ അറിഞ്ഞു. എല്ലാവരും പറഞ്ഞു അവർക്കത് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞു. ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്. വെള്ളിയാഴ്ച ഒരു ഖത്തീബ്, ഒരു പുതിയതായിട്ട് ഖത്തീബ് വരുമ്പോ ഖത്തീബിന്റെ ഖുത്ബ പരീക്ഷിക്കുന്ന ആരാ ഉസ്താദിനെ തഫ്തീഷ് നടത്തുന്ന ആരാണ് സംസിക്ക നാടന്മാര്, കമ്മിറ്റിക്കാര്. ഒരു ഫാത്തിഹ പോലും വരെയൊക്കെ ഓതാൻ പറ്റാത്തവരാണ് ഖത്തീബിന്റെ ഖുത്ബ കേട്ടിന് പരീക്ഷിക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് അയാളെ ഖുത്ബ ശരിയല്ല, നിസ്കാരം ശരിയാന്ന് പറഞ്ഞു പോകും. അങ്ങനെ എത്ര സ്ഥലത്താണ് സുബ്ഹാനല്ലാഹ് വല്ല വിവരം ഒരുക്കുണ്ട് അതിനെ കുറിച്ച്. ഇത് പല സ്ഥലത്ത് നടക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മഹല്ലത്ത് അറിവുള്ള നല്ല തികഞ്ഞ പണ്ഡിതന്മാരെ ഖുത്ബ ഓതുമ്പോൾ മെമ്പറിന്റെ ചോട നിർത്തണം. അവർ ഖുത്ബ കേൾക്കണം, നിസ്കാരം നോക്കണം, നിരീക്ഷിക്കണം. അത് ആവശ്യമാണ്. നമ്മളെ മഹല്ലിൽ 500-1000 വീടുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല, ഖുത്ബ നഷ്ടപ്പെടാൻ പാടില്ല. അവിടെ ഇബാദത്ത് ശരിയാവണം. അയാളെ ഇമാമത്ത് ശരിയല്ലെങ്കിൽ ഈ നിർത്തുന്ന കമ്മിറ്റിക്കാർ ഉത്തരവാദികളാണ്. അതിനെന്ത് വേണം? അറിവുള്ള, സമാനമായ അറിവുള്ള ആളുകൾ നിർത്തണം. എന്നിട്ട് അവർ പരീക്ഷിക്കണം. ഇയാളെ ഖുത്ബ നിസ്കാരം തിരക്കില്ല, ജോറാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ റാഹത്തായി. അതല്ലാതെ ഒരു വിവരമില്ലാത്ത, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജിയാണ്, ഞാൻ കമ്മിറ്റിക്കാരനാണ്, ഞാൻ ഇവിടുത്തെ മുത്തവല്ലിയാണെന്ന് പറഞ്ഞിട്ട് ജഹാലത്തോട് അങ്ങോട്ട് പോകാൻ പാടില്ല. അത് തെറ്റാണ്. അപ്പൊ ഇവിടെയാണ് ഗൗസുൽ നഗർ നേരത്തെ അതിന് പാഠം കൊടുത്തത്. അങ്ങനെ പരീക്ഷിക്കാൻ പാടില്ല, വിവരക്കേട് കാണിക്കാൻ പാടില്ല, നല്ല മനസ്സിന്റെ ഉടമകളാവണം, എങ്കിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇവിടെ ശൈഖ് ജിലാനി തങ്ങൾ അങ്ങനെ അവരെ നിരാശപ്പെടുത്തി ഒഴിച്ചുവിട്ടോ ഇല്ല. കാരുണ്യത്തിന്റെ മനസ്സാണ് ബഹുമാനപ്പെട്ടവർക്ക്. വന്നതിനേക്കാൾ ഇൽമോടുകൂടെ ബഹുമാനപ്പെട്ട ഒരു സാന്നിധ്യത്തിൽ നിന്ന് പോയി ഇനി ജീവിതത്തിൽ അവരൊരാളെയും പരീക്ഷിക്കൂല. അതാ ഗൗസുൽ ആദം. ആ ഗൗസുൽ ആദം തങ്ങളെ സ്നേഹിക്കുന്ന ഞാനും നിങ്ങളും മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കേണ്ടവരല്ലേ? അവിടെ നിന്ന് എത്രയാണ് നബി തങ്ങളെ സ്നേഹിച്ചത്, അവിടെ നിന്ന് എത്രയാണ് നബി തങ്ങളെ ബഹുമാനിച്ചത്, എത്രയാണ് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലിയത്. അങ്ങനെ അനവധി നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായ ബഹുമാനപ്പെട്ടവർ. അല്ലാഹുവേ അവരെ കൂടെ ഞങ്ങളൊക്കെ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
എന്റെ പ്രിയമുള്ള ഉമിനിങ്ങളെ, അത്രയും വലിയ മഹാൻ, വലിയ സമ്പത്തിന്റെ ഉടമയാണ്, വലിയ സമ്പത്തിന്റെ ഉടമയാണ്. ഒരു കുറവല്ല കൊടുത്തിട്ടില്ല. എത്ര ചരക്ക് കപ്പലുണ്ടായി അവിടേക്ക്. ഏത് മുസീബത്തിലും അവിടുന്ന് അൽഹംദുലില്ലാ, സന്തോഷത്തിലും അൽഹംദുലില്ലാ. ഒരിക്കലും മുരീദ് ഓടി വന്നിട്ട് പറയുന്നു, ശൈഖബറുകളെ നിങ്ങളെ ചരക്ക് കപ്പൽ ഇതാ മുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കേട്ട ഉടനെ തന്നെ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. എന്താ പടച്ചോനെ, അദ്ദേഹത്തിന്റെ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ആണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഓടി വന്നിട്ട്, നിങ്ങളെ കപ്പലല്ല മുങ്ങിപ്പോയത്, വേറെ ആളുടെ കപ്പലാണ്. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. വേറെ ആളെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് കേട്ടപ്പോ അപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചോദിച്ച് എന്താ ഇതിന്റെ പിന്നെ രഹസ്യം? ഉടനെ പറയുന്നു, ബഹുമാനപ്പെട്ടവർ, നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ദുനിയാവിന്റെ ചിന്തയിലാണോ? ആ കപ്പലും ചരക്കും അത് ദുനിയാവിന്റേതാണ്. അത് നഷ്ടപ്പെട്ടു പോയപ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോയോ? എന്റെ കൽബിലേക്ക് ഞാൻ ഒന്നിങ്ങനെ നോക്കിപ്പോയി. ആ സമയത്തൊന്നും മാറ്റം വന്നിട്ടില്ല. അല്ലാഹ് തന്ന സമ്പത്താണ് അവനല്ലേ തിരിച്ചെടുത്തത്. എനിക്കൊരു വിഷമവുമില്ല എന്ന് ചിന്തിച്ച് അല്ലാഹുവിൽ തന്നെ ലയിച്ചു പോയ മഹാൻ രണ്ടാമതും മറ്റൊരാളെ ചരക്ക് കപ്പലാണ് മുങ്ങിപ്പോയി എന്ന് കേട്ടപ്പോ അവിടെയും അൽഹംദുലില്ലാഹ് പറഞ്ഞു. അദ്ദേഹത്തിന് നശിച്ചു പോയ ആ നാശത്തിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞതല്ല. ഉടനെ പറയുന്നു, പടച്ചവന്, മറ്റൊരുത്തന്റെ മുതൽ നശിച്ചു പോയപ്പോ അതിൽ എന്റെ മനസ്സ് സന്തോഷിച്ചിട്ടുണ്ടോ? നോക്കിയപ്പോ എന്റെ മനസ്സിന് സന്തോഷം വന്നിട്ടില്ല. ഉടനെ അൽഹംദുലില്ലാഹ്. ഇതാ അവിടെ നിന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങള്, അവിടെ നിന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പൊ മറ്റൊരാളെ മുതൽ നശിക്കുന്നതും ഇഷ്ടമല്ല, ഇഷ്ടപ്പെടരുത്. മറ്റുള്ളവന്റെ നാശം കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പാടില്ല. ചില ആളുകൾ പറയുമല്ലോ, അമ്മായി മരിച്ചിട്ട് വേണം എനിക്കിങ്ങനെ അവരെ കണ്ണുനീര് കാണാന്ന് പറയുമല്ലോ. പാടില്ല, ഒരിക്കലും പാടില്ല. ഒരിക്കലും മറ്റുള്ളവന്റെ നാശത്തിൽ സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ ദുഃഖിക്കേണ്ടവരാണ്. അപ്പൊ അവന്റെ നാശത്തിൽ എന്റെ മനസ്സ് തിരിഞ്ഞു പോയിട്ടില്ല. ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അങ്ങനത്തെ മഹാനാണ്, വലിയ കോടീശ്വരനാ കൗസലാൽ. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഇന്ന് ചില കള്ളശേഖന്മാർ നടക്കുന്നുണ്ട്, വെറ്റടക്കൊക്കെ ഇതൊന്ന് താടി കൂടെ ഇങ്ങനെ തുപ്പല് ഒലിപ്പിച്ച് ഇങ്ങനെ നാറി പുഴിച്ച് നടക്കും. അങ്ങനെയൊന്നുമല്ല. ശൈഖ് ജീലാനി തങ്ങൾ അങ്ങനത്തെ നേതാവുമല്ല. ഖാദിരിയ തരീഖത്തിൽ അങ്ങനെ ഇല്ല. അങ്ങനത്തെ വലിയ മഹാനാണ്. ആ മഹാൻ അവർകൾ നിങ്ങൾ നോക്കൂ, ആ ഹയാത്ത് കാലത്ത് അന്ന് അവിടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ രോഗം വന്ന് പിടികൂടിയപ്പോ പല ഡോക്ടർമാരെയും സമീപിച്ച കൂട്ടത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന ഈ രോഗം അത് മാറണമെങ്കിൽ 40 കുതിരയുടെ കരള് നിങ്ങൾ വേവിച്ച് തിന്നണമെന്ന് പറഞ്ഞു. ഈ സാധുവായ മനുഷ്യൻ 40 കുതിര പോയിട്ട് 40 കോഴിയെ വാങ്ങാൻ പറ്റൂല. എന്താണ് അന്നത്തെ ഏറ്റവും വലിയ ബെൻസല്ലേ കുതിര? ആ വലിയ കുതിരയുടെ കരള തിന്നണമെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്നാളുടെ വീട്ടിൽ 40 കുതിരയുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ശൈഖ് ജീലാനി തങ്ങളുടെ വീടാ. വിശാലമായ പറമ്പിലൊരു വീട്ടിന്റെ മുന്നത്ത് നല്ല മനോഹരമായ 40 കുതിരകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ചെന്നിട്ട് പറഞ്ഞു, ഈ കീറിപ്പാറിയ മുഷിഞ്ഞൊരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ ചെന്നിട്ട് ഇങ്ങനെ പറയാ, നമ്മൾ വലിയ വലിയ ആൾക്കാർ വരുമ്പോ സദക്ക കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പേരും പേരുമുള്ളവരൊക്കെ വരുമ്പോ സദക്ക ചോദിച്ചാൽ നമ്മൾ 10,000 50,000 ഒക്കെ കൊടുക്കും. ഒരു സാധു വന്നാൽ നമ്മൾ എത്ര കൊടുക്കുക? അപ്പൊ ഞാനൊക്കെ എത്തിങ്ങാന്റെ പിരിവിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 500,000 ഒക്കെ തരാം. ആ സ്ഥലത്ത് ഇപ്പൊ ഖലീൽ തങ്ങൾ പോയാലോ ചിലപ്പോൾ 50 റുപ്യ 50,000 കൊടുക്കും. അതങ്ങനെയാണ് ചില ആളുകളുടെ സ്വഭാവം. മോശപ്പെട്ട സ്വഭാവം ഒന്നല്ല, പക്ഷെ എന്നാലും പരിഗണിക്കണല്ലോ. അവര് നടത്തുന്ന സ്ഥാപനം നമ്മളതേ മക്കൾക്ക് ഇൽമ എടുപ്പിച്ചു കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒരു കുറവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നോക്കിയിട്ടല്ല നമ്മുടെ സംഭാവനകൾ കൊടുക്കേണ്ടത്. ഇവിടെ ശൈഖ് ജീലാനി തങ്ങൾ ചെയ്ത പണി എന്താ നോക്കൂ. ഒന്നിനും കൊള്ളില്ലാത്തൊരു സാധുവായ മനുഷ്യൻ, പടച്ചവൻ എന്റെ 40 കുതിരന്റെ കരള് കൊണ്ട് ഈ മനുഷ്യന്റെ രോഗം മാറിയിട്ട് അദ്ദേഹം ഒന്ന് അല്ലാഹ് എന്ന് പറഞ്ഞ് ഇബാദത്ത് എടുക്കാൻ കൂലി എത്ര കിട്ടും? ഒരു മടി ഉണ്ടായില്ല. ഉടനെ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് ഇട്ടുള്ള 40 കുതിരയെയും കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ വല്ലാത്ത അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ശൈഖ് ജീലാനി തങ്ങള്. ആളും തരം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ആ മനസ്സ് നമുക്ക് വേണം മുഅ്മിനീങ്ങള്. ആ ഗൗസുൽ ആദം തങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കൊന്ന് കിടക്കേണ്ടതില്ലേ?
സുബ്ഹാനല്ലാഹ് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കറാമത്തുണ്ടോ പറഞ്ഞാൽ തീരുന്നത്. റബീഉൽ ആഖിർ ആയതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ആ മഹത്തുക്കളായ ഔലിയാക്കന്മാർ എത്തിപ്പിടിച്ച സ്വർഗമില്ലേ? എന്താണ് നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത്? അതിലേക്കൊന്നും പോവാനും എത്താനും നമുക്ക് കഴിയുകയില്ല. എന്നാലും ഞാൻ ഒന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ച് കളവ് പറയാതെ. നേരത്തെ ഉമ്മയുടെ ഒരൊറ്റ വസിയത്താണ്, കളവ് പറയല്ല എന്നും ചൊന്നാര് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. എല്ലാവരെയും പരിശോധിച്ചങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ ചെറിയ ബാലന്റെ അടുക്കലേക്ക് കൊള്ളത്തലവനങ്ങ് ചെന്നിട്ട്, എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, കാഴ്ചയിലൊന്നും കാണുന്നില്ല, എന്റെ കയ്യിൽ സ്വർണമില്ല. അവസാനം മകൻ പറയുന്നു, എന്റെ ഉപരിപഠനത്തിന് വേണ്ടി എന്റെ ഉമ്മ തന്ന 40 ദിനാറുണ്ട്. എന്റെ കുപ്പായത്തിന്റെ കയ്യിൽ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ച് തന്നിട്ടുള്ളത്. അത്ഭുതത്തോടെ ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ 40 ദിനാറിന്റെ വില അന്ന് എത്രയാണ്? അത്രയും വിലപിടിപ്പുള്ള ഈ ദിനാർ അങ്ങ് സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത്രമാത്രം സത്യം തുറന്നു പറയാനുണ്ടായ കാരണം എന്താണ്? ഖുലിൽ ഹഖ് വലൗ കാന മുറ. എന്റെ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ് എത്ര കൈപ്പേറിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും സത്യമല്ലാതെ ഖൂലു ഖൗലൻ സദീദാ, നേരായ വാക്ക് പറയണം, ചൊവ്വായ വാക്ക് പറയണം. ഇതല്ലേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. ഗൗസുൽ ആദം തങ്ങൾ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഒറ്റ സത്യത്തിന്റെ മുകളിലല്ലേ ഈ കൊള്ള സംഘം മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് അവിടുത്തെ സദസ്സിൽ വരുന്ന ജനങ്ങൾ എത്രയാണ്? ഒരൊറ്റ സദസ്സിൽ തന്നെ സുബ്ഹാനല്ലാഹ് 70,000 80,000 പേരാണ്. ഈ 80,000 1 ലക്ഷത്തോളം ആളുകൾ അണിനിരക്കുന്നിടത്ത് ഇതുപോലെ 5000 6000 വാട്സ് സൗണ്ട് സൗകര്യമില്ല, ലൗഡ് സ്പീക്കറിന്റെ സൗകര്യമില്ല. അല്ലാഹ് കൊടുത്ത കറാമത്തിന്റെ ശബ്ദം കൊണ്ട് മുന്നിലിരിക്കുന്നവർക്ക് കേൾക്കുന്നത് പോലെ 1 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ആ പുറകിലുള്ള മനുഷ്യനും മുന്നിലുള്ളവർ കേൾക്കുന്നത് പോലെ അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുക്കുന്നു. അത്രയും വലിയ കറാമത്തുള്ള മഹാൻ. ഒരു സദസ്സിൽ തന്നെ 10,000 ഇതുപോലെ 100 200 ആളുകളല്ല സദസ്സിൽ വരുന്നത്. അവിടുത്തെ ഒരു ആത്മീയ സദസ്സുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ 10,000 ആളുകൾ നിയന്ത്രിക്കുകയാണ്. ഒരു തമിഴ്നാട്ടിലെ ഒരു സിനിമാ തടം വന്നപ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങളെ 10,000 ആളുകൾ വന്നു എന്ന് പറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ലോകം. അതേ, എത്രയോ മനുഷ്യന്മാര് മരിച്ചു പോവുകയാണ്. ഈ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകത്തെ സംവിധാനങ്ങളൊന്നുമില്ലാതെ 1 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അതുപോലെ അച്ചടക്കത്തോടെ ജനങ്ങൾ അങ്ങ് ഒരുമിച്ച് നിൽക്കുന്നിടത്ത് അവിടുത്തെ ദഅവത്ത് അങ്ങ് നിർവഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മുത്തുനബി തങ്ങളെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾക്കറിയില്ലേ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? ഈ മുത്തബറക്കായ നൂറേ, ഈ പറയപ്പെട്ട നൂറേ മദീന എന്ന് പറയുന്ന സ്വലാത്തിന്റെ മജ്ലിസൂടെ നിങ്ങൾ 1000കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും. അല്ലാഹുവേ, നീ അതൊക്കെ സ്വീകരിക്കണം റഹ്മാനേ. ഈ സദസ്സിൽ വന്ന് ദുആരക്കും ആമീൻ പറയാനാണ് ഈ സാധുക്കൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാതെ എന്റെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നീറുന്ന 100,000 പ്രശ്നങ്ങളുമായി കടന്നു വന്ന സാധുക്കളാണ്. ഈ സമയത്ത് ഒരാളും കിടന്നുറങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള മജ്ലിസിൽ എത്തിപ്പെട്ടത് റബ്ബേ, ഇവിടം കൊണ്ടെങ്കിലും എന്റെ ദുന്യാവും ആഖിറവും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷമെന്ന് ചിന്തിച്ച് വന്ന സാധുക്കളാണ്. ഈ സാധുക്കളെ നീ ഒന്ന് ഏറ്റെടുക്കണേ അല്ലാ. എത്ര യുവാക്കൾ ഈ സദസ്സിലുണ്ട്, കാർന്നവന്മാരുണ്ട്. ചിന്തിക്കുന്നു ഇതിനേക്കാൾ അപ്പുറത്ത് ധാരാളം എന്റെ ഉമ്മബെങ്ങന്മാരുണ്ടാകും. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിനെ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചതുപോലെ
ഗൗസുൽ ആദം തങ്ങൾ മഹബത്ത് വെച്ചതുപോലെ, ശൈഖ് റിഫായി തങ്ങൾ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കാൻ സമയം കണ്ടെത്തണം. ഞാനും നിങ്ങളും അതിനു വേണ്ടി സമയം ചെലവഴിക്കണം. എന്റെ ജീവിതം മുഴുവനും മഹബത്ത് റസൂലായി മാറണം. അതുകൊണ്ട് തന്നെ എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ഹജ്ജും എന്റെ സക്കാത്തും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാം 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 പടച്ചവനെ നിനക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ ഹബീബിനെ സ്നേഹിക്കുന്നതും ലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചവനെ നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പറയണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അങ്ങനെ സ്നേഹിച്ചോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഞാൻ അവസാനിപ്പിക്കട്ടെ വിശ്വാസികളെ, നിങ്ങളെ ഈമാനും തഖ്വയുള്ള മുഖം ഒരല്പസമയം എനിക്ക് കാണാൻ എന്റെ രാജാവ് എനിക്ക് അവസരം നൽകി. അൽഹംദുലില്ലാഹ്. ഈ റബീഉൽ അവ്വലിൽ ഒരുപാട് മജ്ലിസുകളിൽ എത്തിപ്പെടാൻ എന്റെ റബ്ബ് അവസരം നൽകിയിട്ടുണ്ട്. ഏത് മജ്ലിസാണ് എന്റെ റബ്ബ് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് റബീഉൽ ആഖിർ കഴിഞ്ഞ ഉടനെ, റബീഉൽ അവ്വൽ കഴിഞ്ഞ ഉടനെ റബീഉൽ ആഖിറിൽ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മജ്ലിസ് ഒന്ന് റബ്ബ് സ്വീകരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഇത് മതിയല്ലോ. മുൻകഴിഞ്ഞ മഹത്തുക്കളൊക്കെ സ്നേഹിച്ചതുപോലെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മഹബത്ത് വെച്ചതുപോലെ, ഉമർ തങ്ങൾ സ്നേഹിച്ചതുപോലെ, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ സ്നേഹിച്ചതുപോലെ, സൽമാൻ തങ്ങൾ, റബീഅത്ത് തങ്ങൾ സ്നേഹിച്ചതുപോലെ നമുക്കും ഒന്ന് നബി തങ്ങളെ സ്നേഹിക്കേണ്ടതില്ലേ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ? അങ്ങനെ സ്നേഹിച്ച കൂട്ടത്തിലല്ലേ എന്റെ പ്രിയമുള്ള ഉമ്മങ്ങന്മാര് അബൂ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സമയം ഉഹദ് രണാങ്കളത്തിലേക്ക് അങ്ങ് ഓടിയടുക്കുകയാണ്. അനിവാര്യമായ സമയത്ത് യുദ്ധം നടക്കുമ്പോ നബി തങ്ങൾ വിളിക്കുന്നു. സ്വഹാബത്ത് ഒന്നടങ്കം അങ്ങോട്ട് പോവുകയാണ്. വല്ലാതെ വേദനിച്ചൊരു യുദ്ധമല്ലേ ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിലല്ലേ നബി തങ്ങളെ പല്ല് നഷ്ടപ്പെടുന്നത്, മുഖത്തേക്ക് അമ്പ് വന്ന് തറയ്ക്കുന്നത്, ശരീരത്തിലേക്ക് വലിയ അപകടം വരുന്നത്. വല്ലാത്ത രംഗമല്ലേ അവിടുന്ന്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് നടക്കുന്ന യുദ്ധത്തിൽ ശത്രുക്കൾ തൊടുത്തുവിട്ട അമ്പ് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്ത് വന്ന് തറക്കുന്നു. റോസാപ്പൂ പോലെ ചുമന്ന് തുടുത്ത വല്ലാത്ത ഭംഗിയുള്ള മുഖം. ഇന്ന് തുല്യതയില്ലാത്തൊരു മുഖത്തിന്റെ ഉടമയല്ലേ. എത്ര വലിയ മനോഹരമായ മുഖമാണ്, കവൾത്തടമാണ്. ആ കവൾത്തടത്തേക്കാണ് ഇസ്ലാമിന്റെ ശത്രുക്കളങ്ങ് അവിടുന്നതാ അമ്പ് തൊടുത്ത് വിടുന്നത്. എല്ലാ സ്വഹാബത്തുമുണ്ട് ഇടയിലൂടെ അമ്പങ്ങ് തുറച്ചപ്പോ അവിടുന്നതാ ഓടി വരുന്നു. ഊണിലും ഉറക്കിലും ഒരുപോലെ നിഴല് പോലെ പിന്തുടർന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. നബിയേ, എന്ത് പറ്റിപ്പോയി അവിടത്തേക്ക്? അതാണ് സ്നേഹം എന്റെ ചെറുപ്പക്കാരാ. കാർന്നവന്മാരെ മഹബത്ത് അതാണ്. എന്റെ ഉമ്മവെങ്ങന്മാരെ അങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്. ഓടി വരുന്നു സിദ്ദീഖ് തങ്ങൾ തറച്ച അമ്പൊന്ന് പറിച്ചെടുക്കാൻ. ആ സമയത്താണ് അവിടുത്തെ കൂട്ടുകാരൻ വന്നിട്ട് അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നു, സിദ്ദീഖ് തങ്ങളെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു ഊഴം എനിക്ക് തരുമോ? ഈ ഒരു അവസരം എനിക്കൊന്ന് അനുവദിച്ചു തരുമോ? എന്റെ ഹബീബിന് സംഭവിച്ചു പോയ ഈ മുസീബത്തിൽ ഞാനൊന്ന് സഹകരിക്കട്ടെ. ആ അമ്പ് ഞാനൊന്ന് പറിച്ചെടുത്തുകൊള്ളട്ടെ. എനിക്ക് അവസരം തരുമോ? അസ്അലുക ലില്ലാഹി യാ അബൂബക്കർ. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് അബൂബക്കറെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാതെ വേദന തോന്നിപ്പോയി. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടല്ലേ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു. ഉടനെ ഓടി ചെല്ലുന്നു ബഹുമാനപ്പെട്ടവർ. അവിടുന്നതാ നബി തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് അങ്ങ് കൈകൊണ്ട് പിടിക്കുന്നു. വല്ലാത്ത ഭാഗ്യവാൻ തന്നെ.
വല്ലാത്ത സങ്കടത്തോടെ അങ്ങ് വേദന കടിച്ചമർത്തിയിട്ട് വല്ലാതെ അപ്പുറത്ത് അസഹനീയമായി നിൽക്കുന്ന നബി തങ്ങളെ കവർത്തടത്തേക്ക് അമ്മിന്റെ ചീള് പറിച്ചെടുക്കാൻ അവിടുത്തെ മുഖമങ്ങതാ താഴ്ത്തുന്നു, പല്ലുകൊണ്ട് കടിച്ച് പറിച്ചെടുക്കുന്നു. ഇങ്ങനെ ഭാഗ്യം കിട്ടിയ മഹാനാരാണ് ഈ ലോകത്തുള്ളത്. ബഹുമാനപ്പെട്ടവരാ കവൾത്തടത്ത് തറച്ച അമ്മന്റെ ചീളങ്ങ് കടിച്ച് പറിച്ചെടുത്തപ്പോ പല്ലുകൊഴിഞ്ഞ് താഴെ വീണ് പോയി. നോക്കിയപ്പോ ഇപ്പുറത്തും ഒരു അമ്മിന്റെ ചീള് ബാക്കിയുണ്ട്. മറ്റേ പല്ലുകൊണ്ട് കടിച്ച് പറിച്ചെടുക്കുന്നു. ശക്തി കൊണ്ട് മറ്റേ പല്ലും കൊഴിഞ്ഞു പോയി. അങ്ങനെ മദീനയുടെ മണ്ണിൽ പല്ലില്ലാതെ നടന്ന മഹാൻ, ജനങ്ങൾക്കിടയിലൂടെ അഭിമാനം കൊള്ളുന്നു. എന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട മുഖത്ത് തറച്ചാമ്പിന്റെ ചീള് പറിച്ചെടുത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പല്ലാണ്. എന്റെ പല്ലെനിക്ക് പ്രശ്നമല്ല, എന്റെ വാപ്പ പ്രശ്നമല്ല, ഉമ്മ പ്രശ്നമല്ല. എല്ലാറ്റിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്റെ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെയാണ് കേട്ടോ. ഇതും പറഞ്ഞ പല്ല് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച മഹാൻ നാളെ സ്വർഗലോകത്ത് വരില്ലേ? ഞാനും അവിടെ പോവേണ്ടവനല്ലേ? നിങ്ങളും പോവേണ്ടവരല്ലേ? ആഖിറത്തിലെത്തുമ്പോ മഹബത്ത് കൊണ്ട് സ്നേഹം കൊണ്ട് വല്ലാതെ കൂടെ നിന്നവർ വലിയ ബഹുമാനത്തോടെ ആദരവോടെ എന്റെ ഹബീബിന് വേദന പറ്റുമോ എന്ന് ബേജാറോടെ പതുക്കെ 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 അങ്ങ് പല്ലുകൊണ്ട് കടിച്ച് പറിച്ചെടുത്ത അമ്പിന്റെ ചീളങ്ങ് മാറ്റിയിട്ട് അവിടെ ഒന്ന് വല്ലാതെ സമാധാനം കൊടുത്ത മഹത്തുക്കളും വരിലെ സ്വർഗത്തിലെ. എവിടെയുണ്ട് നമുക്ക് സ്ഥാനം? എന്റെ ചെറുപ്പക്കാരാ, എവിടെയെങ്കിലും നമുക്കുണ്ടോ കാണാൻ കഴിയുന്നില്ല. ഹബീബിനെ മഹബത്ത് വെച്ച് ജീവിച്ചോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അവിടുന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ കൊണ്ടോ എല്ലാതും രക്ഷപ്പെടാൻ നമുക്ക് മാർഗമില്ല. ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഭാഗ്യമുള്ള എന്റെ ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ളവരൊക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്റെ കാരണവന്മാർ അവിടെ തന്നെ ഇരുന്നു, എനിക്ക് വിഷയമില്ല. ആഫിയത്തുള്ള യുവാക്കളൊന്ന് എഴുന്നേറ്റ് നിന്നോ. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഈ മജ്‌ലിസ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ ഒരു ചാരിറ്റിയുടെ പേരിൽ ഒരു സ്വലാത്ത് മജ്‌ലിസിന്റെ വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും ഈ പേര് പറഞ്ഞ് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയുമോ? ഓരോ മഹത്തുക്കളും ഓരോ പ്രവർത്തനങ്ങളെ പേരും പറഞ്ഞ് നിബിതങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ എന്തുണ്ട് നമുക്ക് പറയാം? പിന്നെ അവിടെ നിന്ന് വെക്കുന്ന നിബിതങ്ങളെ കരങ്ങൾ കൊണ്ട് ഖബറിലേക്ക്. ആ ഖബർ പിന്നെ ഉറുമ്പരിക്കുമോ? ചെതലുകൾ അരിക്കുമോ? പുഴുക്കൾ വരുമോ? ഒരിക്കലും അനുവദിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം സ്പർശിച്ച ശരീരത്തിൽ പിന്നെ എന്തു വരാനാണ്? ഒരു പാമ്പും തേളും അവിടെ ഇല്ല, ചെതലുകളില്ല, പുഴുക്കളില്ല, മണ്ണ് തിന്നുന്നില്ല, കബറിടുക്കി കളയുന്നില്ല. എല്ലാ സമയത്തും സ്വർഗാൻ അവരൊക്കെ ഇതുപോലെ സ്വർഗത്തിൽ അങ്ങ് ഒരുമിച്ച് കൂടുമ്പോ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് ഒന്ന് പറയാം, പടച്ചവനെ, സാധുക്കളായ ഞങ്ങൾ അല്പമെങ്കിലും ഞങ്ങൾ ഹബീബിന്റെ മജ്‌ലിസിൽ ചെന്നിരുന്നവരാണ്. ഞങ്ങൾ ഹറാമാ സമയത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഞങ്ങളെ ശരീരം അതിലേക്ക് വലിച്ചഴച്ചിട്ടില്ല. ആ ഒരു പേരിലെങ്കിലും ഒന്ന് സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നബി തങ്ങളോട് പറയും, ഹബീബേ, പുന്നാര ഹബീബേ, അവിടുത്തെ മജ്‌ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ്, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയവരാണ്, അവിടുത്തെ പേരിൽ ഞങ്ങൾ അന്നദാനം നടത്തിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം നബി എന്ന് പറയുമ്പോ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളായ നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് കൈയൊഴിയൂല, ഒരിക്കലും നമ്മളെ തിരിച്ചുപിടിക്കുകയില്ല. അങ്ങനത്തെ നേതാവിനെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കി കളയല്ലേ അല്ലാഹ്. എല്ലാവരും ഇരിക്കുക ഇൻഷാ അല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല